ഈ ചിക്കൻ കാല് 4 കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്പെഷ്യല് നിർബന്ധ. അങ്ങനെ നമ്മളിന്ന് ബിരിയാണി ആണല്ലോ പൊതുവെ പിടിക്കാറുള്ളത്, അതിനൊന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. ചിക്കൻ കാല് നമ്മൾ ഇതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട്, അതായത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് പൊടികളായിട്ടുള്ള മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലയൊക്കെ കൂട്ടി ഒരു 2-3-4 മണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വറുത്തെടുക്കുക. പിന്നെ നമുക്ക് അരി വേവിക്കാൻ വെക്കാം. പതിവ് പോലെ തന്നെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ കുക്കറിൽ ഒരൊറ്റ വിസിൽ കുറച്ച് ഉപ്പും നെയ്യും കൂടി ചേർത്തോ കേട്ടോ. എന്നിട്ട് ഇത് സെറ്റ് ആവണേക്കാൾ മുന്നേ നമുക്ക് നമ്മുടെ ഈ കഷ്ണങ്ങൾ ഉണ്ടല്ലോ, എന്തൊക്കെ കഷ്ണങ്ങൾ വേണോ അതൊക്കെ അതിലിടാം. ഇവിടുത്തെ ഫ്രിഡ്ജിലിടാറുന്നത് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവോളയും പിന്നെ കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെയാണ് കേട്ടോ. അത് നമ്മൾ കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട് വിത്ത് ക്യാബേജ്. പിന്നെ നമ്മൾ മുട്ട അതിൽ കുറച്ച് ഉപ്പും അതുപോലെ കുരുമുളക് പൊടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഫ്രൈഡ് റൈസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാന്നുണ്ടെങ്കിലും അന്നൊരു ഫ്രൈഡ് റൈസ് അല്ലാത്ത രീതിയിൽ ഒരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, റൈസായിട്ട്. അതോടൊപ്പം തന്നെ ഈ ഗ്രേവി വേണമല്ലോ റൈസ് കഴിക്കാൻ. അതിന് നമ്മൾ നീളനെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതോടൊപ്പം തന്നെ കറിവേപ്പിൻ്റെ ഇലയും നാടൻ പച്ചമുളകും പൊടികളായിട്ടുള്ള മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി കാശ്മീരി ചില്ലി എന്നീ സംഭവങ്ങളും കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിലേക്ക് ഗ്രേവി എന്ന് പറയുമ്പോൾ തക്കാളി അടിച്ചു ചേർക്കാതെ വേറെ നിവൃത്തിയില്ല. എനിക്ക് തക്കാളിയുടെ കുത്ത് അത്ര വലിയ ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് ക്രീമോ അല്ലെങ്കിൽ നമുക്ക് നാളികേരം പാലോ ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്തോളൂ കേട്ടോ. ഞാനിവിടെ നാളികേരം പാലാണ് ചേർക്കാറുള്ളത്. നാളികേരം നല്ല കട്ടയ്ക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കും. എന്നിട്ട് അതിലേക്ക് ഈ ഒരു നമ്മുടെ ചിക്കൻ ലെഗുകൾ ഉണ്ടല്ലോ, ഡ്രം സ്റ്റിക്സ്, അതങ്ങോട്ട് ഇട്ട് കൊടുത്തൊന്ന് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ റൈസ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറി റെഡി ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഈ റൈസ് ഒന്ന് നമ്മൾ ഫാനിൻ്റെ അടിയിൽ തണുക്കാൻ വെക്കുക. എൻ്റെ റൈസ് ഇച്ചിരി വേവ് കൂടിയായിരുന്നു, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ വലിയൊരു ബിരിയാണി പൂട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു കഷ്ണങ്ങളുണ്ടല്ലോ, അതായത് പച്ചക്കറികൾ, ഏത് പച്ചക്കറികൾ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് പിന്നെ നമ്മൾ ടൊമാറ്റോ ചില്ലി അതുപോലെ തന്നെ സോയ, ഇത് മൂന്നും ഒന്ന് സോസായിട്ട് ഓപ്ഷണലാണ്. എന്തൊരു കളറൊക്കെ വരണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു മണമൊക്കെ വരില്ലേ, റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മണം, അതിലൊക്കെ വിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു സംഭവം റെഡി ആയിട്ട് കിട്ടും, നല്ല മണമൊക്കെ വരും. എന്നിട്ട് അതിലേക്ക് നമ്മൾ നന്നായിട്ട് ചൂടാറിയിട്ടുള്ള ഈ റൈസും കൂടെ ഇട്ട് കൊടുത്ത് അതിനെ കുറച്ച് നാരങ്ങ നീരൊക്കെ ഒന്ന് ഒഴിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു സൺഡേ സ്പെഷ്യൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള കറിയും അതുപോലെ തന്നെ ഡ്രം സ്റ്റിക്ക് കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സംഭവം കിടുവാണ്. തുമ്മലുള്ള കാരണം കൊണ്ടാണ് കേട്ടോ മാസ്ക് വെച്ചത്. ഇനിയിപ്പോൾ മാസ്ക് മാറ്റി ഇതൊന്ന് തട്ടി നോക്കാം. ആഹാ, അടിപൊളി.